സിന്ധു, സ്വദേശം അമ്പലപ്പടിയാണ്. ഞാൻ പ്രൊഫഷണലി ഒരു ഫാഷൻ ഡിസൈനർ ആണ്. അപ്പൊ ഞാന് പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൽ കൂടുതലും പേഴ്സണൽ കെയർ ആണ് എടുക്കാറ്. കാരണം ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സും ബ്യൂട്ടീഷ്യൻ കോഴ്സും കഴിഞ്ഞതുകൊണ്ട് ഈ പ്രൊഫഷനിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പൊ അധികവും ടീമിൽ എല്ലാവരും വാല്യൂസ് എടുക്കുമ്പോൾ ഞാൻ പേഴ്സണൽ കെയർ ആണ് അധികം എടുക്കാറ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ കെയർ സയന്റിസ്റ്റ് അല്ലെങ്കിൽ അമരക്കാരൻ എന്ന് പറയുന്നത് KC ഗൗണ്ടൻ സാറാണ്. അപ്പൊ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിക്ക് ഒരു മേഖലയിൽ 45 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഡാബർ, ബേഴ്സാര പോലുള്ള കമ്പനികളിലൊക്കെ ഡയറക്ട് പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ച ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആയിരുന്നു ഫെയർ ആൻഡ് ലവ്ലി. ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കാത്ത ആരും ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഉപയോഗിച്ച പ്രോഡക്റ്റ് ആയിരുന്നു. ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തത് നമ്മുടെ KC ഗൗണ്ടൻ സാറാണ്. പക്ഷെ ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളെ കമ്പനിയിലാണ് സാറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പേഴ്സണൽ കെയർ, ഹോം കെയർ, ഹെയർ കെയർ ഒക്കെ സാറ് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഹെയർ കെയർ റേഞ്ചിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ ഉണ്ട്, കംപ്ലീറ്റ് കെയർ ഷാമ്പു ഉണ്ട്, ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ട്, 8-in-1 ഹെയർ കണ്ടീഷണർ ഉണ്ട്. ഇതൊക്കെ സൂപ്പർ പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മളെ മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ ആണ്. നമ്മൾ ഓൺ ആൻഡ് ഓണിന്റെ ബ്രാൻഡിൽ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്, മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കുറച്ചൊന്ന് മുടിയെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. സാധാരണഗതിയിൽ നമ്മളെ മുടിയുടെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരു മുടി എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ലെയർ കാണാം. അതിന്റെ പുറത്താണ് മെഡുല എന്ന് പറഞ്ഞൊരു ലെയർ കാണുന്നത്. അപ്പൊ ഈ മെഡുലയ്ക്ക് പുറമെയാണ് എന്തുള്ളത്, ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ലെയർ. അപ്പൊ ഈ ക്യൂട്ടിക്കിളിന് പുറമെ മുടിയെ മുടിയായി നിലനിർത്തുന്ന ഒരു ഇത് എന്ന് പറയുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്ലേറ്റുകളാണ്. അതായത് നമ്മൾ പാമ്പിന്റെ പുറത്തൊക്കെ കാണുന്ന പോലുള്ള ഒരു ശൽക്കങ്ങളാണ്. അപ്പൊ ഈ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീന് അതിനെ ഡൈസൾഫൈഡ് ബോണ്ടുകൾ ആക്കിയിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുന്ന മുടിയാക്കിയിട്ട് മാറ്റുന്നത്. അപ്പൊ ഈ സൾഫൈഡ് ബോണ്ടുകൾ ഉണ്ടാക്കുന്ന നാശമാണ് നമ്മളെ മുടി കൊഴിച്ചിലിനും മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ മുടിയെ ബാധിക്കുന്ന മറ്റൊരു പ്രോബ്ലം ആണ് അകാലനര, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലംസ് ആണ് അകാലനര. അകാലനര എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് എന്ത് വരിക, നര വരിക. മറ്റേത് നമുക്കൊരു 45 വയസ്സിന് ശേഷമൊക്കെയാണ് സാധാരണ ഹെയർ നരയ്ക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ചെറിയ കുട്ടികളിൽ വരെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലംസ് ആണ് അകാലനര. അപ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതായത് തലമുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് മെലാനോസൈറ്റിസ് എന്ന് പറയുന്ന, അതായത് മുടിയുടെ റൂട്ടിൽ കാണപ്പെടുന്ന ഒരു കോശങ്ങളാണ്. അപ്പൊ ഈ തലമുടിക്ക് ബ്ലാക്ക് നിറം നൽകുന്നതും അത് തന്നെയാണ്. അപ്പൊ ഈ മെലാനോസൈറ്റിസിന്റെ ഇൻസെറ്റിങ്ങിന് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മുടെ മുടിയെ നിറം മാറി മാറി വരുന്നതിനുള്ള കാരണം. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫോറിനേഴ്സിന്റെ മുടി അല്ലെ, ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ചെമ്പൻ കളറാണ്. അപ്പൊ ഏഷ്യൻസിന്റെ മുടി നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്ലാക്ക് കളറാണ്. അപ്പോ ഫോറിനേഴ്സിന്റെ മുടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മുടിയുടെ റൂട്ടിൽ എന്താണ്, മെലാനോസൈറ്റിസിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്താണ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ചെമ്പൻ കളർ വരാൻ കാരണം. എന്നാൽ ഏഷ്യൻസിന്റെ മുടിയിനെ നോക്കുകയാണെങ്കിൽ മെലാനോസൈറ്റിസിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ബ്ലാക്ക് കാണാനുള്ള കാരണം. അപ്പൊ ഈ മെലാനോസൈറ്റിസിന് ഉണ്ടാകുന്ന നാശമാണ് നമ്മളെ അകാല നരയിൽ എത്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ മെലാനോസൈറ്റിസ് എങ്ങനെയാണ് നശിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടിയിലെ കോശങ്ങളിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് ഈ മെലാനോസൈറ്റിസ് നശിച്ചു പോകാനുള്ള കാരണം. അപ്പൊ നമ്മുടെ കോശങ്ങൾ എന്ന് പറയുന്നത് ബാക്ടീരിയകളെ കോശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടി, അതുപോലെ ഇൻഫെക്ഷനുകളിൽ നിന്ന് കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയും കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ടോൺസിൽസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ച് നമുക്കറിയാം, ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഓരോ കോശങ്ങളും നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നിർമ്മിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കാറ്റലൈസ് എൻസൈംസ് എന്ന് പറയുന്ന ഒരു എൻസൈംസ് കൺവേർട്ട് ചെയ്ത് ഇതിലെ വെള്ളവും ഓക്സിജനും ആയിട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ ഈ പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുന്നത് കൊണ്ട് കോശങ്ങൾ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രക്രിയക്ക് താളം തെറ്റുമ്പോൾ, അതായത് കാറ്റലൈസ് എൻസൈംസിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ്
ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അളവ് കോശങ്ങളിൽ വർദ്ധിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അകാല നര വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ കോശങ്ങളിൽ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസീവ് സ്ട്രെസ് ആണ്. അപ്പൊ ഈ ഓക്സിഡൈസീവ് സ്ട്രെസ്സിനുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മളെ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് 95 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓക്സിഡൈസീവ് സ്ട്രെസ്സിന് പ്രധാന കാരണം ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈല്, വ്യായാമമില്ലായ്മ, കറക്റ്റ് ടൈമിന് ഉറക്കമില്ലായ്മ. നമ്മൾ ഒരു ദിവസം ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ കറക്റ്റ് ഉറങ്ങണം എന്നാണ് പറയുന്നത്. അപ്പൊ ഉറക്കക്കുറവിന്റെ കാരണം കൊണ്ടൊക്കെയാണ് ഇത് വരാനുള്ള കാരണം. ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളെ ഓക്സിഡൈസീവ് സ്ട്രെസ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. അപ്പോ അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്തിൽ എത്തിക്കുന്നുണ്ട്? അകാലനരയിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പരിധി വരെ പരിഹാരമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ന്യൂട്രീഷൻ ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ കാറ്റലൈസ് എൻസൈംസ് കോശങ്ങളിൽ വർദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ട് ബാലൻസ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കോശങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ദോഷകരമല്ലാത്ത രീതിയിൽ കോശങ്ങൾക്ക് ബാധിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂവിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്. അപ്പൊ അത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ഹെയറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ 90% പരിഹാരം കാണാൻ പറ്റുന്ന ഇതിനൊക്കെ പരിഹാരം കാണാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് എന്ത്? മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ബദാം ഓയിലും ഒലീവ് ഓയിലും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ ഇത് എന്തിന് പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് കാറ്റലൈസ് എൻസൈംസിന്റെ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മുടിയിഴകൾക്ക് ആവശ്യമായ പോഷണം നൽകാനും ഈ കോമ്പിനേഷൻ സാധിക്കും. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നീല അമരി, നെല്ലിക്ക, കയ്യോന്നി, രാമച്ചെവെല്ലാം ഇവയെല്ലാം കൂടെ ചേർന്ന് ഒലീവ് ഓയിലും ബദാം ഓയിലും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ലേഡീസ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അല്ലെ. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ മുടി വളരെ കുറവാണ്. കാരണം ഒന്നാമത്തെ മുടി കൊഴിച്ചിലിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായ അലോപ്പതി മരുന്നിന്റെ ഉപയോഗം, പിന്നെ ക്ലോറിൻ ചേർന്നിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു മുടി കൊഴിച്ചിലിന് കാരണമാണ്. പിന്നെ പറയുന്നത് തൈറോയിഡ് അല്ലെ. തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് മുടി കൊഴിച്ചില് എന്താ പറയാ ഉറപ്പാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന് വേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. നമുക്കിപ്പോ തൈറോയിഡിന് പറയുകയാണെങ്കിൽ തൈ ഹെൽത്ത് പ്രോഡക്റ്റ് ഉണ്ട് അല്ലെ. അലോപ്പതി മെഡിസിന്റെ കൂടെ അത് കണ്ടിന്യൂ ചെയ്യാം. നോർമൽ ആവുമ്പോ നമ്മളെ പ്രോഡക്റ്റിലേക്ക് മാറുക. അപ്പൊ ഈ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്തുണ്ട്? മുടി തൊഴിയാനുള്ള കാരണം. പിന്നെ ഓവർ ടെൻഷൻ, ഉറക്കമില്ലായ്മ, അതൊക്കെ മുടി തൊഴിച്ചിലിന് കാരണമാണ്. അപ്പൊ ഓവർ ടെൻഷന് നമുക്ക് 5 സ്ട്രെസ് ഉണ്ട് അല്ലെ. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 5 സ്ട്രെസ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റമർ മുടി തൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മുടി കൊഴിയുന്നതിന് നമ്മൾ വെറും മഹാഭൃംഗരാജ് കൊടുക്കരുത്. ന്യൂട്രീഷൻ ഫുഡിന്റെ അഭാവം കൊണ്ടും നമുക്ക് എന്തുണ്ടാവാം? മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആയ പ്രോട്ടീൻ പൗഡർ, കവചപ്രാവശ്യം, ഇതൊക്കെ ന്യൂട്രി ലൈഫ്, ഇതൊക്കെ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ് മുടി തൊഴിച്ചിൽ നമുക്ക് അറിയില്ല. ചിലപ്പോൾ ന്യൂട്രീഷൻ ഫുഡിന്റെ അഭാവം കൊണ്ടും നമുക്ക് മുടി തൊഴിച്ചിൽ ഉണ്ടാവും. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് നമുക്കറിയാം അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കേണ്ട ആവശ്യം. നമ്മൾ കുട്ടിക്കാലത്തൊന്നും നമുക്ക് ഈ ന്യൂട്രീഷൻ ഫുഡൊന്നും കഴിക്കണ്ട. നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ലതായിരുന്നു അല്ലെ. പിന്നെ എന്താ പറയാ, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും, സമീകൃത ആഹാരം. അന്ന് അതായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. വിഷാംശമുള്ള ഫുഡൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു എക്സ്ട്രാ ന്യൂട്രീഷൻ ഫുഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡായാലും വെള്ളമായാലും വായു ആയാലും ഒക്കെ വിഷാംശം ഉള്ളതാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഈ വിഷാംശത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്ക് ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് ആണ് എന്ത്? നമ്മളെ ഡെയിലി ഡിറ്റോക്സ് അല്ലെ. നല്ലൊരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഒരു 3, 4, 5 മാസം കൂടുമ്പോൾ ഈ ഡെയിലി ഡിറ്റോക്സ് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ടോൺസിൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് കളയാൻ പറ്റും. അപ്പൊ അത് കഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യാം? നന്നായി വെള്ളം കുടിക്കുക. കാരണം യൂറിനിലൂടെയും വേർപ്പിലൂടെയാണ് ഈ ടോൺസിൽസ് ഒക്കെ പുറത്തു പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലൂടെ ആഡ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓൾ ബോഡി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ആയുർവേദ പ്രോഡക്റ്റ് ആണ്. ആയുർവേദ പ്രോഡക്റ്റിന്റെ പ്രാധാന്യം എന്താ? അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തിന് നമ്മൾ കൊടുത്താലും ഒന്ന് അധികമായിട്ട് അത് കുറയുള്ളൂ.
അല്ലെ? എന്ത് പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മള് മുഖക്കുരുവിന് ഫെയർ ആൻഡ് ലവ്ലി, ഞാൻ മുഖക്കുരുവിന് ഫെയർ ആൻഡ് ലവ്ലി കൊടുക്കാറില്ല. ഞാൻ മുഖക്കുരുവിന് ബ്ലഡ് പ്യൂരിഫയറും വൂണ്ട് ഹീലിങ്ങും ഫേസ് വാഷും ആണ് കൊടുക്കാറ്. പക്ഷെ കൊടുത്തിട്ട് ചില ആളുകൾ പറയാറുണ്ട് അത് അപ്ലൈ ചെയ്ത ടൈമിൽ തന്നെ മുഖക്കുരു ഒരുപാട് അധികമായി. മുഖക്കുരു അധികം ആയാലും ചിലപ്പോൾ അത് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ കുറയാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ചില സ്കിന്ന്, നമുക്കറിയാം നമ്മളെ സ്കിന്നിന് ഓയിലി സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. അപ്പൊ ഈ സ്കിന്നിൽ ഈ സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഒരുവിധം പ്രോഡക്റ്റ് ഒന്നും അവരുടെ ഫേസിൽ പറ്റില്ല. കാരണം അവരുടെ ഫേസ് അത്രയും നോർമലാണ്. അതായത് നമ്മളെ ബോഡിയിലെ സ്കിന്നിനേക്കാളും 11 ലെയർ കുറവാണ് നമ്മളെ ഫേസിലെ സ്കിൻ. അതിനേക്കാളും ലെയർ കുറവാണ് നമ്മളെ കൺപോളകളിലെ സ്കിൻ. അപ്പൊ നമ്മളെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി കെയർ ചെയ്യണം. ഹാർഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കരുത്. നല്ല ഫേസ് വാഷുകൾ, ക്വാളിറ്റി ഉള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുക, ക്വാളിറ്റി ഉള്ള ക്രീമുകൾ ഉപയോഗിക്കുക. ബോഡി ലോഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഒക്കെ എന്നും ഒരേപോലെ ഉണ്ടാവും. നമുക്ക് ഏജ് തോന്നില്ല. പിന്നെ അതേപോലെ നമ്മളെ ഡേ ക്രീം, നൈറ്റ് ക്രീം, റിങ്കിൾസിനുള്ള അത് കണ്ടിന്യൂ ചെയ്യുക. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അതെല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഡേ ക്രീം എന്ന് പറഞ്ഞത് നമുക്ക് ഡേയിലുള്ള പ്രൊട്ടക്ഷനും, നൈറ്റ് ക്രീം റിപ്പയറിംഗ് ക്രീമുമാണ്. അപ്പൊ നമുക്ക് ഡേയിലി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതിനൊക്കെ റിപ്പയറിംഗ് ചെയ്യാണ് എന്ത്, നൈറ്റിൽ റിപ്പയറിംഗ് ക്രീം ചെയ്യുന്നത്. അപ്പൊ ആ ക്രീം എല്ലാവരും ഉപയോഗിക്കുക. അതിപ്പോ ഞാൻ പറയുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ കൂടുതലും ലേഡീസ് ആണ് ഈ ബിസിനസ് ചെയ്യുന്നത്, പുരുഷന്മാരെക്കാൾ കൂടുതൽ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ ബോഡിയെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ചിന്തിക്കുക എന്താന്ന് വെച്ചാല് നമുക്ക് പൈസയെക്കാളും കൂടുതൽ നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കുക, നമ്മളെ ഈ സൗന്ദര്യം എന്ന് ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഇതിലും വലിയ ഭാഗ്യമൊന്നുമില്ല. അസുഖങ്ങളും സൗന്ദര്യവും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പോ നമ്മളെ പ്രോഡക്റ്റ് മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. പുറത്തുനിന്ന് ഒരു പ്രൊഡക്റ്റും നമ്മൾ വാങ്ങി ഉപയോഗിക്കരുത്. കാരണം മാർക്കറ്റിലൊക്കെ ഉള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോഡക്റ്റും ആണ്. പിന്നെ നമുക്കറിയാം അത് പെർഫോമൻസ് ഫോർ ഇൻഗ്രീഡിയൻസ് എന്നുള്ള പ്രോഡക്റ്റുകളല്ല. നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ലേ, ബ്രിട്ടനിലെ ലാബ്സ് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട്, ബ്രാൻഡഡ് ആയ കമ്പനികളിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ കൈകളിൽ എത്തുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് വേറെ മാർക്കറ്റിൽ കിട്ടാനില്ല. അപ്പൊ അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. നമ്മളും നമ്മളെ ഫാമിലിയും അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ വന്ന കാലം മുതൽ ഇതാണ് ഉപയോഗിക്കുക, മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു കുഴപ്പമുള്ളത് എന്താ വെച്ചാൽ തലയിൽ നിറച്ചും പേന. കാരണം ഇതിന് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇത് നന്നായി പേനിനെ വളർത്തുന്ന ഒരു സാധനമാണ്. പക്ഷെ മുടിക്ക് നല്ല തിക്നെസ് വരും, പക്ഷെ പേന് നന്നായി ഉണ്ടാവും ചെയ്യും. അപ്പോ തുടക്കത്തിൽ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലായിരുന്നു. ഇപ്പൊ പാൻ ഇല്ലാത്തൊരു തലയിൽ പെട്ടെന്ന് പാൻ ഉണ്ടാവുമ്പോഴേ, അപ്പൊ എന്താ വെച്ചാൽ ഇതിന് നല്ല കൂളിംഗ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് പാനിന് വളരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. രാവിലെ കുളിക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പൊ രാത്രി അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നീരിറക്കത്തിന്റെ അസുഖമുള്ള ആളുകൾ ആരും രാത്രി അപ്ലൈ ചെയ്യരുത്. നമുക്ക് തൊണ്ടവേദന, കോൾഡ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ കുളിക്കുന്നതിന്റെ മുന്നേ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 4 5 തുള്ളി എടുക്കുക, 2 കൈയിലും ആക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ മസാജിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക. എന്തും മസാജിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം മസാജിങ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതിനനുസരിച്ച് നമുക്ക് ഹെയറിൽ ഗ്രോത്ത് ഉണ്ടാവും. ഫേസിലാണെങ്കിൽ ഇപ്പൊ ഫേസ് വാഷ് നിങ്ങൾ നേരിട്ട് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കുറച്ച് വെള്ളം കൂട്ടി ഡയലൂട്ട് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിൽ ചെയ്യാൻ പാടുള്ളൂ, ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കുക, ഒരു 5 മിനിറ്റ് മസാജിങ് ചെയ്യാം. വെറുതെ നമ്മളത് തേച്ച് കഴുകി കളയുന്നതിനേക്കാളും റിസൾട്ട് നമുക്ക് എന്താ ഉണ്ടാവുക, മസാജിങ്ങിലാണ്. മസാജിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും താഴേക്ക് സ്കിന്ന് മസാജ് ചെയ്യരുത്, മുകളിലേക്ക്. എന്താ വെച്ചാൽ നമ്മളെ സ്കിൻ എന്താവും, തൂങ്ങിപ്പോവും. എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ദാ മുകളിലേക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, താഴേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മസാജ് ചെയ്യാൻ, താഴേക്ക് ചെയ്യാൻ പാടില്ല. സ്കിന്ന് തൂങ്ങിപ്പോവും, ലൂസായി പോവും. അതുകൊണ്ടാണ്. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി സ്കിന്നും ഒക്കെ എന്നും ഒരേപോലെ ഉണ്ടാവും. നമ്മൾ പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് കമ്പനി നമുക്ക് ഡിസൈൻ ചെയ്തത്. നമ്മളെ വാൾനട്ട് സ്ക്രബ് സൂപ്പർ പ്രൊഡക്റ്റാ. കാരണം നമ്മൾ ആഴ്ചയിൽ സ്ക്രബ് ശ്രദ്ധിക്കുക, ഡെയിലി സ്ക്രബ് ഉപയോഗിക്കാൻ പാടില്ല. ആഴ്ചയിൽ 2 3 ദിവസം നിങ്ങൾ സ്ക്രബ് കണ്ടിന്യൂ ചെയ്ത് നോക്കുക. നമ്മളെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നമ്മളെ സ്കിന്ന് സ്മൂത്ത് ആണോ, നമ്മളെ മൂക്ക് നമ്മൾ തൊട്ട് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മറ്റേത് ഇവിടെ കുറച്ച് എന്താ പറയാ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു കുരു പോലെയൊക്കെ കാണും. അപ്പൊ
വാൾനട്ട് സ്ക്രബ് നിങ്ങൾ ആഴ്ചയിൽ 2 3 ദിവസം ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് അതിനൊരു സമയം നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ ഒരുപാട് സമയം പല കാര്യത്തിലും മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. കുട്ടികളെയും ഹസ്ബൻഡിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഏജ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. സ്കിന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അപ്പൊ ഉള്ള സ്കിന്നിനെ നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് ഹെയർ ആയാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ് മസാജിങ് ചെയ്യുക. ഒരാഴ്ചയിൽ ഒറ്റ പ്രാവശ്യം നമ്മളെ കംപ്ലീറ്റ് കെയർ ഷാമ്പു ഇട്ട് നന്നായി വാഷ് ചെയ്യുക. അതും ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഷാമ്പു നേരിട്ട് ഒരിക്കലും തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്ത് ഒരു 5 10 മിനിറ്റോ നിങ്ങൾ നന്നായി മസാജ് ചെയ്ത് നോക്കും. നമ്മളെ തലയിൽ നമ്മളിപ്പോ താരൻ എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാല് നമ്മളെ തലയിൽ ഫംഗസും ഉണ്ട് ബാക്ടീരിയാസും ഉണ്ട്. അതായത് ഇപ്പൊ തല വേർത്ത് കഴിഞ്ഞാല് തലയില് ഈ ഇപ്പോ ഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസിൽ നമുക്ക് സിബം എന്ന് പറഞ്ഞ ഒരു ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഓയിലില് പൊടിപടലങ്ങളും സൂര്യപ്രകാശം കയറ്റി കഴിഞ്ഞിട്ടാണ് അത് പിമ്പിൾസ് ആയിട്ട് മാറുന്നത്. അതിങ്ങനെ ബൾജ് ചെയ്ത് വന്ന് മുഖക്കുരുവാകും, അത് പൊട്ടും. അതേപോലെ നമ്മളെ തലയിലും എന്തുണ്ട്, സ്കാൽപ്പില് എന്തുണ്ട്, ഈ സിബം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സിബം എന്ന് പറഞ്ഞ ഒരു ഓയിലാണ്. അത് ഉൽപ്പാദിപ്പിച്ച ആ ഓയിലും പൊടിപടലങ്ങളും വിയർപ്പൊക്കെ കൂടിയാകുമ്പോൾ അവിടെ എന്താവും, ബാക്ടീരിയാസും ഫംഗസും ഒക്കെ വരും, താരനായിട്ട് മാറും. അപ്പൊ ആ താരനെ പോക്കണമെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ഷാമ്പു അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ഒരു 5 മിനിറ്റ് നന്നായി മസാജ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ തല നല്ല ക്ലീൻ ആവും. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, നന്നായി പ്ലെയിൻ വാട്ടറിൽ കഴുകി കഴിഞ്ഞാൽ സൂപ്പറായി. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും കണ്ടിന്യൂസ് ചെയ്യുക എല്ലാ ആഴ്ചയും. അപ്പൊ നമ്മളെ ഹെയറിൽ ഒരിക്കലും താരം വരില്ല. പിന്നെ നമ്മൾ മഹാബൃഞ്ചരാജ് ഉപയോഗിക്കുമ്പോൾ ഒരു ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ മുടി നരക്കില്ലേ. നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നരച്ച മുടി ചിലപ്പോ ബ്ലാക്ക് ആവില്ലെങ്കിലും നേരെ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഞങ്ങളുടെ ടീമിലൊക്കെ കുറെ പുരുഷന്മാർ ഉപയോഗിച്ച സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഉപയോഗിച്ചപ്പോ പുതിയ വരുന്ന ഫുള്ള് നരച്ച ആളുകളാണെങ്കിലും പുതിയ ഹെയർ വരുന്നതൊക്കെ ബ്ലാക്ക് കളറാണ്. അപ്പൊ അതൊരു സത്യം ഉണ്ടായിരിക്കും. കാരണം അതില് കയ്യോന്നി, അതുപോലെ നീലാമരി, കറ്റാർവാഴ ഇതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വണ്ടർഫുൾ പ്രൊഡക്റ്റുകളല്ലേ. പിന്നെ അതിൽ നമുക്കൊരു വേര് പോലെ കാണാം, രാമച്ചം. അതൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ്. അത് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ടാണ്, ഹൈഡ്രേറ്റിംഗ് ആണ്. രാമച്ചം എന്ന് പറയുന്നത് ഹൈഡ്രേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, നമുക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം എടുക്കുക, ഷാമ്പു ഡയലൂട്ട് ആക്കുക, 5 മിനിറ്റോ 10 മിനിറ്റോ നന്നായി മസാജ് കഴിഞ്ഞാൽ തല ക്ലീൻ ആയി. പിന്നെ നമ്മൾ ഒരാഴ്ച അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ അടുത്ത ആഴ്ച അതേപോലെ നമ്മൾ കണ്ടീഷണർ ഉണ്ട് 18 ഹെയർ, അതായത് 8 പരിഹാരങ്ങൾക്ക്, അതായത് മുടി പൊട്ടി പോകുന്നതിനുള്ളതാണ്, മുടിക്ക് നല്ല സോഫ്റ്റ് ആവാനുള്ളതാണ്, ഹെയറിലുള്ള താരൻ, ഫംഗസ്, ഇതിനൊക്കെ ഉള്ളതാണ് 18 ഹെയർ കണ്ടീഷണർ. അപ്പൊ സാധാരണ നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഷാമ്പു ഇട്ട് കഴുകിയിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഹെയറിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. പക്ഷെ ഞാൻ എന്ത് ചെയ്യിച്ചാൽ നമ്മളെ പ്രോഡക്റ്റ് സൂപ്പർ ആയതുകൊണ്ട് ഈ ഷാമ്പൂവിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടീഷണർ ആഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് വെള്ളം കൂട്ടി ഡയലൂട്ട് ആക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഒന്നും കൂടെ ഹെയർ എന്താവും, സ്മൂത്ത് ആവും. അപ്പോ ഈ കണ്ടീഷണർ വാങ്ങി വെക്കുക. മാസത്തിൽ 1 2 പ്രാവശ്യം ഷാമ്പു ചെയ്യുമ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുക. അത് നല്ല റിസൾട്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ആണ്. നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമറോട് ധൈര്യത്തോടെ പറയാൻ പറ്റും. മറ്റേത് അവര് ചോദിക്കും, എന്ത് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവര് ചോദിക്കും, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കോൺഫിഡന്റോട് കൂടെ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിച്ച് നോക്കണം. ഇപ്പൊ പേഴ്സണൽ കെയറിൽ ഞാൻ ഉപയോഗിക്കാത്ത പ്രോഡക്റ്റുകൾ ഇല്ല. ഞാൻ എല്ലാം ഉപയോഗിച്ച് നോക്കും. കാരണം എലമെന്റ്സിൽ ഞാൻ അത്യാവശ്യമുള്ളത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ പേഴ്സണൽ കെയർ എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കും. കാരണം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഞാൻ റീറ്റെയിലിംഗ് ചെയ്യുന്നത് പേഴ്സണൽ കെയർ ആണ്. അപ്പൊ ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന പ്രോഡക്റ്റ് ആണ്, ഇത് ഇന്ന കാര്യത്തിനുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് വാങ്ങിക്കാറുണ്ട്. കാരണം ഞാൻ ഒരു പ്രോഡക്റ്റും, ഞാൻ അറിയാത്ത പ്രോഡക്റ്റ് ഞാൻ സെയിൽ ചെയ്യാറില്ല. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കസ്റ്റമറെ നെഗറ്റീവ് ആക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അത് ചെയ്യാതിരിക്കുന്നതാണ്. അപ്പൊ ഏത് പ്രൊഡക്റ്റും ഞാൻ നന്നായി പറഞ്ഞു കൊടുത്തിട്ട് ഒരു കസ്റ്റമർക്ക് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചവര് അത് കണ്ടിന്യൂസ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആരോ ഒരു ഫേസ് വാഷും ക്രീമും കൊടുത്തിട്ട് അവർ തല തിരിച്ച് പറഞ്ഞു കൊടുത്തു. ഫേസ് വാഷ് തേച്ചിടാനും പറഞ്ഞു, ക്രീം കഴുകാനും. അപ്പൊ വായിക്കാൻ അറിയാത്ത ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ റീറ്റെയിലിങ്ങിന് പോയപ്പോ അവര് പറഞ്ഞു,
അവർക്ക് മുഖത്ത് എന്തോ തൊലി പോയിന്നോ, അപ്പൊ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും നമ്മൾ ആരും ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ 1 കമ്പനിയാണ്, വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നെഗറ്റീവ് ആക്കരുത്. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. ഒരിക്കലും തെറ്റ് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റിൽ ഡാൻഡ്രഫ് ഷാമ്പു ഒരുപാട് ആളുകൾ, ഞാൻ മഹാഭൃംഗരാജാണ് എടുക്കാൻ വെച്ച് പറഞ്ഞപ്പോ അത് താഴെ പോയതാണ്. ഡാൻഡ്രഫ് ഷാമ്പു എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് ഒരുപാട് ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ച് റിസൾട്ട് ഇല്ലാതെ നമ്മളെ ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ട് ഈ ബിസിനസ്സിൽ വന്ന കുറെ പേരുണ്ട്. കാരണം ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമ്മള് എന്താ പറയാ, നേരിടുന്ന ഭയങ്കര ഒരു പ്രശ്നമാണ്. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ തലയിലെ ചൊറിച്ചിൽ മാത്രമല്ല, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് കുരുക്കൾ ഉണ്ടാവും, അതേപോലെ സ്കിന്നിൽ ബ്ലാക്ക് കളർ വരാനുള്ള സാധ്യത, അങ്ങനെ പല പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഡാൻഡ്രഫ് ഷാമ്പു കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞത് ഒരു തരം ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് നമ്മളെ തലയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തിലുണ്ടാവും, ബെഡിലുണ്ടാവും, തോർത്തിലുണ്ടാവും. അപ്പൊ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവരോട് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ബെഡ്ഷീറ്റ്, പില്ലോ കവർ, തോർത്ത്, ചീർപ്പ്, ഈ 4 സാധനങ്ങൾ ഫസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പറയും. എന്നിട്ട് ഡാൻഡ്രഫ് ഷാമ്പു. മറ്റേത് എന്താ വെച്ചാൽ അവര് കിടന്ന ബെഡിൽ ചിലപ്പോ ആ ബാക്ടീരിയാസ് ഉണ്ടാവും, ചീർപ്പിലുണ്ടാവും, തോർത്തിലുണ്ടാവും. അപ്പൊ പിന്നെ ഈ ഷാമ്പു ഉപയോഗിച്ച് പിന്നെയും നമ്മൾ അതിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യും, അത് പിന്നെയും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കസ്റ്റമർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഒരു 4 ദിവസം കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ പറയാം. പിറ്റത്തെ ആഴ്ചയിൽ ഒരു 3 ദിവസം, പിറ്റത്തെ ആഴ്ചയിൽ ഒരു 1 ദിവസം, അങ്ങനെ ഒരു മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഫുൾ ഡാൻഡ്രഫ് പോകും. പിന്നെ അവരോട് പറയാ അടുത്ത മാസം ഏതെങ്കിലും വീക്കിൽ 1 2 ദിവസം ഒന്ന് ഉപയോഗിക്കാൻ പറയും. അതോടുകൂടി അത് ക്ലീൻ ആയി. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ നമ്മൾ ഈ ഷാമ്പു കൊടുത്തു വന്നാല് അവരിത് കുറെ അപ്ലൈ ചെയ്യും, ഡാൻഡ്രഫ് പോവില്ല. പിന്നെ അവരോട് ഇത് പറയണം, ഞാൻ പറഞ്ഞ പോലെ വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് നന്നായി മസാജ് ചെയ്യാൻ പറയണം. ഈ താരനെ പോക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ മസാജ് ചെയ്തിട്ട് കളയണം. അപ്പൊ ഈ 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ ഡാൻഡ്രഫ് ഒക്കെ പോകും. അപ്പൊ തല ക്ലീൻ ആയി. പിന്നെ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമറോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടും. അതല്ല അവരെന്ത് ചെയ്യും, നമ്മളോട് പിന്നെയും പല പ്രോഡക്റ്റുകളും വാങ്ങിക്കുക. അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, പ്രൊഡക്റ്റ് വാങ്ങിക്കും. പിന്നെ മുടിയുടെ A to Z വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ പ്രൊഡക്റ്റ്. പ്രധാന ഔഷധ ഗുണങ്ങളുള്ള നെല്ലിക്ക, കറ്റാർവാഴ, നീലയമ്പരി, കയ്യോന്നി, രാമച്ചം, ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഇതൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് ഹെർബൽ ഹെയർ ഓയിൽ ആണിത്. പിന്നെ ഇതിന് എന്തില്ല, സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നെ സ്മൂത്തനിങ് ഹെൽത്ത് ആയിട്ടുള്ള, അതായത് മുടിക്ക് നല്ല സ്മൂത്തനിങ് നൽകുന്നുണ്ട്. ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കയ്യോന്നി അല്ലെ. സാധാരണ ഹെയർ ഓയിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഇതിൽ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലും ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓയിൽ മസാജിങ് മസ്റ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ ദിവസം ഒരു 2 3 തുള്ളി എടുത്ത്, പിന്നെ നമ്മൾ ഈ ഹെയർ ഓയിൽ എന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 3 ദിവസം ചെയ്താൽ മതി. ഒരുപാട് എടുത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. എന്താ വെച്ചാൽ ഈ നമ്മൾ ഓയിൽ ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും പൊടിപടലങ്ങളും വേർപ്പൊക്കെ കൂടെ നമുക്ക് താരം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 4 തുള്ളി അല്ലെങ്കിൽ ഒരു 5 തുള്ളി അത്രയും മതി നമ്മളെ ഭൃംഗരാജ്. 2 കയ്യിലും എടുക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഓയിൽ മസാജിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ആണ്. പിന്നെ നമുക്കറിയാം ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 200 മില്ലി ആണ് അല്ലെ. പിന്നെ ഒലീവ് ഓയിൽ നമ്മളെ സ്കാൽപ്പിൽ ആഴ്ന്നിറങ്ങിയിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ മഹാഭൃംഗരാജിനെ കുറിച്ച് പറയാനുള്ളത്. ടൈം ആകുമ്പോ മാം ഒന്ന് എന്നോട് പറയണം കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ടൈം ആകുമ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് കെയർ ഷാമ്പൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ആണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ലോഡിയം ലോറൈൽ ഈതർ സൾഫേറ്റ് എന്നാണ് അതിന്റെ പേര്. പിന്നെ കോക്കനട്ട് ഓയിലിൽ നിന്നുമാണ് അത് എടുത്തിട്ടുള്ളത്. പിന്നെ ആൽമണ്ട് മിൽക്ക്, അലോവേര എക്സ്ട്രാസ്, പ്രോ വൈറ്റമിൻസ് ബി, ഇതൊക്കെ എന്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ കംപ്ലീറ്റ് കെയർ ഷാമ്പൂല് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മുടി നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്, കെരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ കൊണ്ടാണ് അല്ലെ. അതായത് നമുക്ക് ശരീരത്തിൽ ഏറ്റവും വേഗം വളരുന്ന ഒരു
ഇതാണ് കോശമാണ് എന്ത് മുടി എന്ന് പറയുന്നത്. പിന്നെ ഒരു മാസത്തിൽ 1 സെന്റിമീറ്റർ വെച്ചിട്ട് മുടി വളരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മുടി തൊഴിച്ചിലിന്റെ പ്രധാന കാരണം അമിതമായ എന്താണ് അലോപ്പതിയുടെ ഉപയോഗം, അതേപോലെ തൈറോയിഡ്, പിന്നെ രക്തത്തിൽ ഹിമോഗ്ലോബിന്റെ അളവ് കുറയുകയാണെങ്കിലും മുടി തൊഴിച്ചിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ മുടി തൊഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മള് ഒന്ന് ഹിമോഗ്ലോബിൻ ഒക്കെ ടെസ്റ്റ് ചെയ്യാം. പിന്നെ സ്ത്രീകളിൽ പീരീഡ്സ് നിന്ന സമയത്ത്, അതായത് ഒരു 50 വയസ്സിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ പീരീഡ്സ് നിന്ന സമയത്തും മുടി തൊഴിച്ചിൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ കംപ്ലീറ്റ് കെയർ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ ഹെയറിന് കംപ്ലീറ്റ് സംരക്ഷണം അല്ലെ, പൂർണ്ണമായ സംരക്ഷണം നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കംപ്ലീറ്റ് കെയർ ഷാമ്പൂ. പിന്നെ സോഡിയം ലോറൈൽ ഈതർ സൾഫേറ്റ്, ഇത് എന്തിനാണ് ആഡ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ പത തരുന്നതിന് വേണ്ടിയിട്ട്, ഷാമ്പൂവിൽ പതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതിൽ നിന്ന് എടുത്തതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാം ഓയിൽ നിന്നും കോക്കനട്ട് ഓയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആൽമണ്ട് മിൽക്ക്, റിച്ച് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിൽ ഒരുപാടുണ്ട് ഈ ഷാമ്പൂവിൽ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസും മിനറൽസും വേണം അല്ലെ. എന്തിനൊക്കെ വേണം, സ്കിന്നിന് വേണം, ബോഡിക്ക് വേണം, ഹെയറിന് വേണം, എല്ലാത്തിനും എന്ത് വേണം, വൈറ്റമിൻസും മിനറൽസും അത്യാവശ്യമാണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അലോവേര എക്സ്ട്രാക്ട്സ് ആണ്. കംപ്ലീറ്റ് കെയർ ഷാമ്പൂ ആണ് പറയുന്നത്, അലോവേര ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്കിന്നിനും, അലോവേരയെ കുറിച്ച് നമുക്കറിയാം അല്ലെ, അലോവേര എന്ന് പറഞ്ഞാൽ സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ്. പിന്നെ എന്ത് തരുന്നുണ്ട്, ഇത് ഹെയറിന് മോയിസ്ചറൈസ് തരുന്നുണ്ട്, എന്ത് അലോവേര. പിന്നെ പ്രോ വൈറ്റമിൻ ഡി, അത് ഹെയറിന് എന്ത് നൽകുന്നുണ്ട്, ശക്തി നൽകാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കംപ്ലീറ്റ് കെയർ ഷാമ്പൂ മാർക്കറ്റിൽ വാങ്ങുന്ന ഷാമ്പൂവിനേക്കാൾ മേന്മ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ വാങ്ങുന്ന ഷാമ്പൂവിൽ ക്ലീനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് കെയർ ഷാമ്പൂവിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ക്ലീനിങ്ങിനോടൊപ്പം മുടിക്ക് ശക്തി നൽകുന്നുണ്ട്, പ്രോട്ടീൻ നൽകുന്നുണ്ട്, ഓവറോൾ സംരക്ഷണം കൂടി നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഷാമ്പൂവിൽ 2 കണ്ടീഷണർ ആണ് ആഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഷാമ്പൂവിൽ എത്രയാ, ഡിഫറെന്റ് 4 കണ്ടീഷണർ ആണ്. 4 കണ്ടീഷണർ, പലതരത്തിലുള്ള 4 കണ്ടീഷണർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആൽമണ്ട് മിൽക്ക്, അലോവേര, പ്രോ വൈറ്റമിൻ ബി, ഇതൊക്കെ ഇതിൽ കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് കെയർ ഷാമ്പൂവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ ഹെയർ ഉള്ളവർക്കും കൊടുക്കാം അല്ലെ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ എന്താണ്, സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഈ ഒരു പ്രോഡക്റ്റിൽ നമ്മുടെ ബോഡിക്ക് ഹാനികരമായ അല്ലെങ്കിൽ ഹെയറിന് ഹാനികരമായ ഒരു കണ്ടന്റും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വെള്ളം കൂട്ടി ഡയല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഡാൻഡ്രഫ് അല്ലെ, ഞാൻ പറഞ്ഞ തലയിൽ ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസിൽ നമ്മുടെ വിയർപ്പും പൊടിപടലങ്ങളൊക്കെ പിടിച്ചിട്ട്, ആ ഫംഗസിന്റെ പേര് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ മെലാസ്റ്റാസൈ ഗാൾഗ്രൂസ, അതാണ് ആ ഫംഗസിന്റെ പേര്. അത് കൂടാതെ ബാക്ടീരിയാസും ഉണ്ട് നമ്മുടെ തലയിൽ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡാൻഡ്രഫ് ഷാമ്പു കൊടുക്കുന്ന സമയത്ത് അവരോട് പറയാ, ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ തല തീരെ എണ്ണ തേക്കാത്ത, അതായത് ഓയിൽ അപ്ലൈ ചെയ്യാത്ത തലയിലും ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഡാൻഡ്രഫ് വരും. അപ്പൊ എന്തെങ്കിലും ഒരു ഓയിൽ നമ്മൾ എന്ത് ചെയ്യാ, ആഴ്ചയിൽ 2-3 ദിവസം അപ്ലൈ ചെയ്യാം. ഓയിൽ കൂടുതൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോഴും എന്ത് ചെയ്യും, ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൽ ആഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഡാൻഡ്രഫ് ഷാമ്പൂല് നാച്ചുറൽ ആയിട്ടുള്ള 3 ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചെമ്പരത്തി എണ്ണ, ട്രീ ഓയിൽ, ലൈം ഓയിൽ. ലൈം ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നാരങ്ങയിൽ നിന്ന് എടുക്കുന്ന ഓയിലാണ്. അതുപോലെ ഇതിലും എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, പുറമെ നിന്ന് വാങ്ങുന്ന ഡാൻഡ്രഫ് ഷാമ്പൂവിൽ 2 കണ്ടീഷണർ ആണ് ആഡ് ചെയ്തെങ്കിൽ, നമ്മളെ ഡാൻഡ്രഫ് ഷാമ്പൂവിൽ എത്ര കണ്ടീഷണർ ആണ്, ഡിഫറെന്റ് 4 കണ്ടീഷണർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മളെ കമ്പനി ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോ ഇത്രയാണ് കംപ്ലീറ്റ് കെയർ ഷാമ്പൂ, ഡാൻഡ്രഫ് ഷാമ്പൂ. ഇനി നമുക്ക് 18-1 ഹെയർ കണ്ടീഷണർ അല്ലെ, സൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാല്, ഈ ഒരു പ്രൊഡക്റ്റ് 8 പ്രോബ്ലംസിനുള്ളതാണ്. അതായത് ഡാമേജ് ആയ ഹെയറിനുള്ളതാണ്, ട്രീറ്റ് ആയ ഹെയറിനുള്ളതാണ്, പിന്നെ
അകാല ചെറുപ്പത്തിൽ നരയ്ക്കുന്നതിന് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടീഷണർ കൊടുക്കാം. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതായത് കിങ്വ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കിങ്വ എന്ന് പറഞ്ഞാൽ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. അതേപോലെ വൈറ്റമിൻസും മിനറൽസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജോ ഓയിൽ എന്ന് പറഞ്ഞ ഒരു ഓയിലും എന്തിലും ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ 18-1 ഹെയർ കണ്ടീഷണറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെയറിന്റെ പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞേ, ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ടോ ചോദിക്കുമ്പോൾ ഡാൻഡ്രഫ് ഷാമ്പു മാത്രം കൊടുക്കരുത്, അതെങ്ങനെ ഉപയോഗിക്കണം അല്ലെ, എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. വാങ്ങുന്ന കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഈ ഷാമ്പു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടും, അതിനാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പൊ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെയും നമ്മളോട് പ്രോഡക്റ്റ് വാങ്ങിക്കും. ഇപ്പോൾ ഹെയർ ഓയിൽ കൊടുക്കുന്ന സമയത്ത് ഹെയർ ഓയിൽ മാത്രം നിങ്ങൾ കൊടുക്കരുത്. മുടി തൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കണം, ഡാൻഡ്രഫ് ഉണ്ടോ? അപ്പൊ കോമ്പിനേഷൻ ആയിട്ട് എന്ത് കൊടുക്കണം, ഡാൻഡ്രഫ് ഷാമ്പു കൊടുക്കുക. ഇപ്പൊ ഡാൻഡ്രഫ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കംപ്ലീറ്റ് കെയർ ഷാമ്പു എന്തായാലും കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഇതിട്ടിട്ട് വാഷ് ചെയ്യാൻ പറയാ. പിന്നെ ന്യൂട്രീഷൻ ഫുഡിന്റെ അഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂട്രീഷൻ ഫുഡ് ആഡ് ചെയ്യുക. നമ്മളെ ന്യൂട്രിലൈഫോ പ്രോട്ടീൻ പൗഡറോ കവചപ്രാശോ സോറി അത് ആഡ് ചെയ്യാം. അതേപോലെ പ്രത്യേകം അവരോട് പറയാ, നന്നായി വെള്ളം കുടിക്കുക, കറക്റ്റ് ടൈമിന് ഉറങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ, മുടി തൊഴിച്ചിൽ ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അലോപ്പതി മരുന്ന് ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് പറയാ, ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റിയ, നമ്മളെ പ്രോബയോട്ടിക് ഒരു 4-5 മാസം കൂടുമ്പോൾ അതും കഴിക്കാൻ പറയാം. കാരണം നമുക്കറിയാലോ, നമ്മളെ ബോഡിയിലുള്ള നല്ല ബാക്ടീരിയാസ് കുറെ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ നശിക്കും. അപ്പൊ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോബയോട്ടിക് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ആളുകൾക്ക് ഇനി അങ്ങോട്ടുള്ള ജനതയ്ക്കൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടോ അവർ കേൾക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. കാരണം ആളുകൾക്ക് ഇപ്പൊ ഇതൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല. ഞാനൊക്കെ പറയുമ്പോൾ ആളുകൾ എന്താ പറയാന്നറിയോ, ഇതൊക്കെ സൗന്ദര്യം കൂടാനുള്ള പ്രോഡക്റ്റുകളാണ്, ഞങ്ങൾക്കുള്ള സൗന്ദര്യം മതി. പക്ഷെ സൗന്ദര്യത്തിനല്ല, നമ്മളെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പൊ ആളുകൾ ഇപ്പോഴും വേറെ ഏതോ ഒരു ലോകത്താണ്. നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറല്ല. പക്ഷെ എന്നാലും ഒരു 10% ഒക്കെ ആളുകൾ കേൾക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്നല്ല അത് സെയിൽ ചെയ്യും, എന്റെ ഷോപ്പിലാണ് പ്രോഡക്ട്സ് ഒക്കെ ഉള്ളത്. അപ്പൊ വരുന്ന കസ്റ്റമറോട് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ ഉൾക്കൊള്ളുന്ന ആളുകൾ വാങ്ങിക്കാറുണ്ട്. അല്ലാത്ത അവര് പറയും, വേണ്ട, ഞങ്ങൾക്കുള്ള ഗ്ലാമറൊക്കെ മതി, ഇത്ര ഗ്ലാമറൊക്കെ മതി, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാമർ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ പറയും, ഇത് ഗ്ലാമറിന് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മൾ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെയാണ്. നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് നമ്മള് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോ കസ്റ്റമറോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അവര് ഈ പ്രോഡക്റ്റ് എന്തായാലും വാങ്ങും. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ, വിജി സാറാണ് എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഞാൻ പൊറക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാഷൻ ഡിസൈനിങ് കോഴ്സും ബ്യൂട്ടീഷ്യൻ കോഴ്സും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതിന്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് വിജി സാർക്ക് ഒരു ഇന്റർനെറ്റ് കഫേ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ സാർ ഈ ബിസിനസ് പറഞ്ഞ സമയത്ത് നല്ലൊരു ബന്ധം, റിലേഷൻഷിപ്പ് ഒഴിവാക്കണ്ട വിചാരിച്ചിട്ടാണ് സാറോട് ഓക്കെ പറഞ്ഞത്. ഞാൻ പെട്ടെന്നൊന്നും ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. സാർ ഒരു 25 പ്രാവശ്യമെങ്കിലും എന്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ ഐഡിയ അടിച്ചത്. കാരണം ഞാൻ ഇതുവരെ ബിസിനസ് ഒന്നും ചെയ്തുള്ള ശീലമില്ല. പിന്നെ നമ്മൾക്കൊരു ജോലി ഉള്ളപ്പോ അതിന്റെ കൂടെ വേറെ ഒന്നും എടുത്തു വെക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വീട്ടിലാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആണ്. നമ്മളൊക്കെ ഒരുപാട് ലേഡീസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വീട്ടിൽ നെഗറ്റീവ്. അപ്പൊ വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ് ചെയ്യണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും കുറെ ബാക്കോട്ട് നിന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ് അല്ലെ, നമുക്കൊക്കെ ദൈവം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഭാഗ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മോർണിംഗ് മീറ്റിൽ അവസരം തന്ന തെൻസി മാഡത്തിനും അതേപോലെ ടീമിലുള്ള എല്ലാവർക്കും, അതായത് എന്നെക്കാളും എനിക്കറിയാം പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് അറിവുള്ള ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. കാരണം STC റാങ്കും DTC ZTC ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഈ ഒരു അവസരം തന്നതിന്. അപ്പോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പേഴ്സണൽ കെയർ ഉണ്ടെങ്കിൽ, ഞാൻ എല്ലാ പേഴ്സണൽ കെയർ പ്രോഡക്റ്റും എടുക്കാറുണ്ട്. എലമെന്റ്സ് ഞാൻ കുറവാണ് എടുക്കാറ്. എലമെന്റ്സ് എടുക്കുമ്പോൾ മൊത്തം ഒന്നിച്ചങ്ങ് എടുക്കുക ചെയ്യാം. അപ്പൊ എപ്പോഴെങ്കിലും ഇതുപോലെ ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് ഇതുപോലെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വരും. പ്രോഡക്റ്റ് ട്രെയിനിങ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിസിനസ്സിൽ ഞാൻ കുറച്ച് ബാക്കോട്ടാണ്.
ബിസിനസ് ചെയ്യാൻ കുറച്ച് ബാക്കോട്ടാണ്. പ്രോഡക്റ്റ് ട്രെയിനിങ് എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അത് ചെയ്യാറുണ്ട്. അപ്പൊ എപ്പോഴും ആര് വിളിച്ചാലും പറ്റൂല എന്ന് പറയില്ല. പക്ഷെ എനിക്കൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാറില്ലായിരുന്നു സൂമില്. കഴിഞ്ഞ പ്രാവശ്യം ജേഴ്സ് സാർ വിളിച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമം തോന്നി. വീഡിയോ ഓൺ ചെയ്യാതെ ഞാൻ എടുത്തത്. അപ്പൊ ഇന്നലെ ഞാൻ മാഡത്തിനോട് പറഞ്ഞു, മാഡം എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. മാഡം ആരാന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല മാഡത്തിനെ. അപ്പൊ മാഡം പറഞ്ഞു, മാഡം ഒന്ന് ഹസ്ബൻഡിന്റെയോ മോന്റെയോ ഫോണിൽ ഒന്ന് കയറാൻ ശ്രമിക്കും. ഞാൻ ഇവിടെ വന്ന ഹസ്ബൻഡിന്റെ ഫോണിൽ കുറെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് അത് പാസ്വേഡ് ഒക്കെ ചോദിച്ചിട്ട് പറ്റുന്നേ ഇല്ല. അപ്പൊ ഇന്നലെ മുതൽ ഞാൻ പ്രാർത്ഥിക്കുക, കാരണം ഞാൻ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞതാണ് ഇത് എടുക്കാൻ. അപ്പൊ സർവേശ്വരൻ അത് എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എഴുന്നേറ്റതും പ്രാർത്ഥിച്ചതൊക്കെ. അപ്പൊ അതിന് സാധിച്ചു. അപ്പൊ സർവേശ്വരനും പ്രത്യേകം നന്ദി പറയാണ്. അപ്പൊ എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.